ചാർലിയുടെ ഗ്രാനൈറ്റ് ക്വാറിയിൽ നടക്കുന്ന ഇൻസ്പെക്ഷൻസ് എല്ലാം നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ധനകാര്യമന്ത്രി നേരിട്ട് കാണാൻ പോവാം. അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേണം എനിക്കൊരു തീരുമാനത്തിലെത്തിച്ചേരാൻ. എടാ എന്തൊക്കെയാടാ ഇത്? നീ ബ്രില്യൻ്റാടാ. എടാ, പോസ്റ്റിംഗ് കിട്ടിയതിന് ശേഷം എല്ലാവരും പല ദിക്കിലേക്കാണ് പോകാൻ പോകുന്നത്. ലൈഫിൽ എന്താവശ്യം വന്നാലും ജസ്റ്റ് ഒരു ഫോൺ കോൾ, ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി സെക്കൻഡിനുള്ളിലെത്തും. എന്താ റിയൽ എസ്റ്റേറ്റ് അല്ലേ സാറേ? മോനെ ഗ്രാനൈറ്റ്, നമസ്കാരം സാർ. സുഖം തന്നെ അല്ലേ? മനുഷ്യന്റെ കാലം മനുഷ്യൻ വീഴുവോ? മാറ്റിക്കോ മോനെ. അവസാനം സിദ്ധാർത്ഥ സാർ ഇന്നെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് തന്നല്ലോ. എന്റെ മോനാ അത്. അവനെ കണ്ടിട്ട് 2 മാസം അറിയോ? എന്താ സാറേ ഇത്? എനിക്ക് സമയമില്ലാന്ന്. ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി നാട് മുഴുവൻ ചുറ്റി വരാൻ പോലും എനിക്ക് സമയമില്ല. ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എന്നാണ് എനിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞത് അതുവരെ എനിക്ക് ഊണുമില്ല ഉറക്കവുമില്ല ഒന്നുമില്ല. മോനെ സിദ്ധു, സുഖമല്ലേ നിനക്ക്? എന്താ ശില്പ കുഞ്ഞെ, അങ്കിള് ശല്യം ആയോ? എന്താ അങ്കിൾ, can't you leave him alone for some time? എന്തിനാ ഇങ്ങനെ എല്ലാവരും വന്നിരിക്കുന്നത്? ശില്പേ, ഞാനാ വരാൻ പറഞ്ഞേ. ഒരു ചെറിയ മീറ്റിംഗ്, അതിനുശേഷം നിന്റെ ഇഷ്ടം പോലെ. I'll be waiting for you. I'll be there. അവള് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? നീ നിന്റെ ശരീരം ഒന്ന് നോക്ക്. ശരി അച്ഛാ. പിന്നെ ഈ 3 പേരും നിന്നെ 2 മാസമായിട്ട് കാണാൻ വേണ്ടി പാർട്ടിയുടെ യോഗത്തിനൊന്ന് പോവുക. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ശരിയല്ലേ പറഞ്ഞത്? ഒറ്റയടിക്ക് 2 മാസം ലാബിൽ തന്നെ ഇരുന്ന് കളഞ്ഞല്ലോ സാർ. കാരണമുണ്ട്. ഇവിടേക്ക് വരാതെ തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. ഏഞ്ചലീന ഇന്ത്യയിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുവോ. വരണ്ടെന്ന് പറഞ്ഞാൽ അവർ കേൾക്കണ്ടേ? ഞാൻ നോക്കിക്കോളാം സാർ. എനിക്കൊരു പ്രശ്നമുണ്ട്. ആ രാമന്റെ വിഷയത്തിൽ മുരളി പോലീസിൽ കുടുങ്ങി ആകെ വിഷയമായിരിക്കുക. ഇതുപോലെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഡിസംബർ 10 പ്രധാനപ്പെട്ട ദിവസം. അതിന് റെഡിയാവണം. അശോക്, ഇങ്ങൊന്നേ. അശോക്, ഈ ആഞ്ചലീനയുടെ കാര്യം വേറെ രീതിയിൽ കൈകാര്യം ചെയ്യണം. ആയിക്കോട്ടെ സാർ. മേ ഐ ഗോ അഹെഡ്. എന്താ മോനോ, ഡോണ്ട് ക്രൈ. കൊള്ളാലോ, സംഗതി ഏറ്റല്ലോ. ഇവനല്ലേ മരുന്ന് സക്സസ് ആവാൻ കാരണം. എന്താച്ചാ ഒരു 18 കുഞ്ഞുങ്ങളെ മേലെ കേൾക്കേണ്ടി വന്നു. എവിടുന്ന് എടുത്തോ അവിടെ തന്നെ വെച്ചേക്ക്. എവരി മന്ത് റിവ്യൂ ചെയ്യണം. അതിനനുസരിച്ച് അവരുടെ പാരൻസിനോട് കാരണം പറഞ്ഞേക്കും. ഓക്കെ. ഐ വിൽ മിസ് യു. ഐ വിൽ മിസ് യു.
സാർ എന്താ പറഞ്ഞത്? ഡിസംബർ 10 അന്ന് ഈ പ്ലാനൊക്കെ നടക്കണമെന്ന് പറഞ്ഞു. ഈ മാസ്റ്റർ പ്ലാൻ കഴിയുന്നത് വരെ മറ്റൊരു പ്രശ്നത്തിലും ചെന്ന് ചാടരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ശരി, അത് ഞാൻ നോക്കിക്കോളൂ. Padma Shri, one can keep talking anything man about of chemical Siddharth miracle, as a his great innovative author. contributions to Siddharth solve Siddharth on ഗവേഷകനായ സിദ്ധാർത്ഥ അഭിമന്യുവിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. is well known across the globe. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒരുപാട് ശത്രുക്കൾ നമുക്ക് നേരെ വരുമെന്ന് കണ്ടപ്പോൾ ഒരേ ഒരുത്തിന്റെ പ്ലാനിങ്ങിലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് മനസ്സിലായി. വിദേശികൾക്ക് അവനൊരു സയൻസ് ജീനിയസ് ആണ്. പക്ഷെ ആക്ച്വലി അവൻ 3 പേരെ ബിനാമികളായിട്ട് വെച്ചുകൊണ്ട് മെഡിക്കൽ മാഫിയ, കരിമണൽ എന്ന് പറഞ്ഞ് മുഴുവൻ ക്രൈം വേൾഡും റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മുഖ്യമന്ത്രി, അവന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഫംഗ്ഷനിൽ മുഖ്യമന്ത്രിയായിരുന്നു പ്രധാന അതിഥി. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, അവർക്ക് രണ്ടുപേർക്കുമിടയിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട്. നമ്മൾ മാലമോഷണ കേസിൽ പിടിച്ചുകൊടുത്ത പ്രതി അവൻ ഒന്നും നോക്കാതെ കൊന്നുകളഞ്ഞില്ലേ? അവന്റെ ബോഡി പോലും വേസ്റ്റ് ആക്കാതെ അവന്റെ നെഞ്ചിലൊരു ജാതി പേരും പച്ചകുത്തി നാട്ടിലൊരു വർഗീയ ലഹളയും ഉണ്ടാക്കി അവന്റെ കമ്പനിയിൽ ഒരു ഇൻസ്പെക്ഷൻ പോലും വരാതെ നോക്കുകയാണ്. കണ്ടില്ല, ഇന്ന് രാവിലെ എന്താ കണ്ടുപിടിച്ചത്? സിറ്റിയിൽ തലയില്ലാത്തൊരു മൃതശരീരം കണ്ടെത്തി. ഇനിയാണ് തല അന്വേഷിക്കാൻ പോകുന്നത്. അവൻ തന്നെ കലാപം ഉണ്ടാക്കിയിട്ട് അതേ സ്റ്റേജിൽ തന്നെ അവൻ കൈയിടിയും വാങ്ങുന്നു. ഡിസംബർ 10 അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. അതവൻ ഒരിക്കലും മറക്കാത്ത ദിവസമായിട്ട് ഞാൻ മാറ്റി കാണിച്ചു കൊടുക്കാം. ഇപ്പഴാ സാറേ അവന്റെ പേര് സിദ്ധാർത്ഥനെന്നാക്കിയത്. നേരത്തെ അവന്റെ പേര് വരമൂന്നായിരുന്നു. എന്നാണോ അവന്റെ അച്ഛൻ MLA ആയത് അന്ന് മുതൽ ഞാൻ അവന്റെ കൂടെ ഉണ്ട്. മകൻ ആ സമയത്താ ജയിലിൽ നിന്ന് വരുന്നത്. മീശ പോലും കുരുത്തട്ടില്ല പയ്യന്. അച്ഛൻ മോനോട് ചോദിക്കുക, എന്താടാ ജയിലിൽ നിന്ന് പോന്നോ? ഈ നിൽക്കുന്നമാരെ നിന്റെ കൂടെ കൂട്ടിക്കോന്ന് അയാളങ്ങ് പറഞ്ഞു. ചെറുക്കന്റെ സ്വഭാവം അങ്ങ് മാറിയില്ലേ? തന്തയാണെന്നൊന്നും ഞാൻ നോക്കില്ല, കൊന്നുകളയും. നല്ല സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നെ നല്ല കോളേജിൽ പഠിപ്പിക്കാൻ നോക്ക. ഇങ്ങനെയാ പറഞ്ഞത് സാറേ. ഒടുക്കത്ത ബുദ്ധിയാ സാറേ അവന്. ഒരു വശത്ത് പഠിത്തം, മറ്റേ വശത്ത് അടിയും ഇടിയും. ചുരുക്കി പറഞ്ഞ അച്ഛന്റെ ചരട് യവൻ തന്നെയാ വരച്ചോണ്ടിരിക്കുന്നത് സാറേ. എപ്പോ നോക്കിയാലും സിദ്ധാർത്ഥിനെ നനച്ചിട്ടിരിക്കേ. സപ്പോസ് 4 ഡേയ്സിൽ നമ്മൾ 4 വഴിക്ക്. ഒരു പക്ഷേ ലൈഫിൽ നീ എന്നെ കാണാനേ പോകുന്നില്ല. ഹൈപ്പത്തറ്റിക്കലി എന്നാ പണുവേ? ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും കണ്ടുപിട്ടുവിടാ. അധികം പണമുള്ള സ്ഥലത്ത് തന്നെയാണ് അധികം കുറ്റങ്ങൾ ഉണ്ടാവുക. ജീവിതകാലം മുഴുവൻ പണത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നവനാണ് അവൻ. എന്നാൽ ജീവിതകാലം മുഴുവനും കുറ്റങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായും കണ്ടുമുട്ടും. എനിക്ക് കൊല്ലാൻ വേണ്ടി മാത്രം ജനിച്ചവനാടാ അവൻ. ഒരുത്തനെ നശിപ്പിക്കാൻ ഇവളോ ഫാഷനാടാ. ബട്ട് യു ആർ റൈറ്റ്. എന്നെ ഇപ്പോൾ സബ് ഡയറക്ടർ ഓഫീസിലേക്ക് വിളിച്ചു. இந்த இன்விடேஷன் டைரக்டர் கிட்ட கொடுக்க சொன்னாங்க. இதில் എന്താ എഴുതിയിരിക്കുന്നത് നോക്ക്. സിദ്ധാർത്ഥാണോ ചീഫ് ഗസ്റ്റ്? ആമാടാ. Dismiss. We welcome our chief guest, Padma Shri, Sri Siddharth Abhimanyu, a great scholar and a renowned scientist. His innovative contributions to forensic science. ഇവനൊടുക്കത്തെ ലക്കാടാ. ഇതൊന്നും പോരടാ. ബാഡ്ജ് ഹോം മിനിസ്റ്റർ അല്ലേ കുത്തുന്നത്? സിദ്ധാർത്ഥ കുത്തത്തില്ലയോ എന്ന് ഓർത്ത് ഫീൽ ചെയ്യുന്നു. ഓഹോ, അതുകൊണ്ടോ? Honorable Minister, respected officers on the dais and the audience, ladies and gentlemen, and of course, the future of a police force. ഞാൻ എവിടെ ചെന്നാലും എന്നോട് ചോദിക്കുന്ന പൊതുവായൊരു ചോദ്യമുണ്ട്. എൻ്റെ വിജയ രഹസ്യം എന്താണ്? ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. ജീവിതത്തിൽ ഒരേ ഒരു ഐഡിയ മാത്രം എടുക്കണം. ആ ഐഡിയ തന്നെ നിങ്ങളുടെ ജീവിതമാക്കണം. തിങ്ക് അബൌട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്. Now I request the medal winners to come forward. Mr. Ranjit IPS, who's passed in distinction in Cyber Cell Specialization. Next, Mr. Mithran IPS will receive the medal from the Honorable Home Minister Shri Prakash. Mr. Mithran receives this award as he has specialized in managing activities involving organized crime such as white-collar crimes, financial crimes and political crimes.
Mr. Mithran has one more honor to receive. It's a special award for the overall best probationer of the batch, which the chief guest Padma Shri Siddharth will present. I would now request Mr. Siddharth to present the award. Mr. Mithran has taught in various drill movements such as weapon training, firing, unarmed combat, and special tactics. Now, Mr. Mithran receives the Home Minister's pistol from the chief guest. Bellator. Beautiful pistol. അതും അങ്ങയുടെ കൈകൊണ്ട് തന്നെ. ഇതിലും വലിയ സന്തോഷം എനിക്ക് എന്താണുള്ളത്? Wish you the very best. Do well. ഷുവർ സാർ. എനിക്കൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ നേടിയെടുക്കും. Congratulations.